ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ. +2 വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന എക്സാമിൽ 8 മാർക്കിനുള്ള ഒരു ചോദ്യം. നിങ്ങളെ ക്വാർട്ടർലി എക്സാം ആണെങ്കിലും ശരി, ഹാഫ് ഇയർലി എക്സാം ആണെങ്കിലും ശരി, പബ്ലിക് എക്സാം ആണെങ്കിലും ശരി, അതിൻ്റെ ഇടയിൽ വരുന്ന മോഡൽ എക്സാം ആണെങ്കിലും ശരി, എന്ത് തന്നെ വന്നാലും ശരി, 8 മാർക്ക് നിങ്ങൾക്ക് വേണോ? സ്റ്റഡി ദ സ്പീച്ച് വെൽ. അത്യാവശ്യം ലെയർ എഴുതാനുണ്ട്. 8 മാർക്ക് ആകുമ്പോഴേ 2 പുറം എഴുതാൻ, 2 പേജ് എഴുതാനുണ്ടാവും. മീൻസ് ഒരു പേജിൻ്റെ സൈഡും സൈഡും ആകുമ്പോൾ അത് ഫുള്ളാവും. 80 വേർഡ്സ് അല്ല 120 വേർഡ്സിൽ നമ്മൾ സ്പീച്ച് എഴുതാനുണ്ടാവും. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയിരിക്കും അല്ലേ അറിയണ്ടേ? അത്യാവശ്യം നമ്മൾ പേജ് എണ്ണം കൂട്ടണ്ടേ? ശ്രദ്ധിച്ച് കിട്ടുള്ളൂ മക്കളെ. സ്പീച്ച് ഓൺ എ ടോപ്പിക് ഒരു വിഷയം, കോമൺ വിഷയമാവും കേട്ടോ. നമ്മൾ 3 L's ഓഫ് എംപവർമെന്റ് എന്ന ചാപ്റ്റർ ഒക്കെ അല്ലേ, ചിലപ്പോൾ അത് ഇട്ടാവും നമുക്ക് എഡ്യൂക്കേഷൻ, ലേബർ, ലേണിംഗ്, ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ചോദ്യം വരുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നോക്കിക്കോളൂ, നിങ്ങൾ 8 മാർക്ക് തന്നെ ചോദിക്കല്ലോ കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ തന്നെ ഏകദേശം ഒരു 5 മാർക്ക് ഉണ്ടാവും. വെറും 3 മാർക്കിന് നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ പഠിച്ചാൽ മതി. കാണാൻ പഠിച്ചോളൂ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ അല്ല ടീച്ചേഴ്സ് ആട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഓണറബിൾ ചീഫ് ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ തുടക്കത്തിൽ കൊടുക്കാം കേട്ടോ. And my dear friends, a very warm good morning to you all. എല്ലാവർക്കും അറിയുന്ന പോലെ I'm happy to be here to speak a few words in this moment. ഈ മൊമെന്റിൽ കുറച്ച് വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. This occasion is valuable for me. എന്നെ സംബന്ധിച്ച് ഈ ഒരു അവസരം വളരെ വിലപ്പെട്ടതാണ്. Firstly, I would like to tell thanks to God and to the organization for giving me this opportunity to deliver a speech in front of you. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന ദൈവത്തിന് ഞാനൊരു പ്രത്യേകമായ വേദിയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്തി എല്ലാ പ്രസംഗത്തിലും പറയാടാ. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. എനിക്ക് കിട്ടിയൊരു ബഹുമതിയായിട്ട് ഞാനൊരു അവസരത്തെ കാണുകയാണ്. ഐ സപ്പോസ് ഡെലിവർ എ ഫ്യൂ വേർഡ്സ് ഓൺ മൈ ടോപ്പിക്. എൻ്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ 2 വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ആ വിഷയത്തിന്റെ പേര് ഇവിടെ എഴുതി കൊടുക്കുക, ടോപ്പിക് ഇവിടെ എഴുതി കൊടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അത് കേട്ടോ. I feel you are very eager to hear about this topic. നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എൻ്റെ വിഷയം കേൾക്കാൻ വേണ്ടിയിട്ടില്ലേ? It gives me immense pleasure to be here. ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. And talk something with you. നിങ്ങളായിട്ട് കുറച്ച് സംസാരിക്കാൻ സാധിക്കുന്നതിലും എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ. As you know, നിങ്ങൾക്കറിയുന്ന പോലെ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടുഡേ. ഇതൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? ദാറ്റ്സ് വൈ nowadays people are discussing കേട്ടോ. പീപ്പിൾ ആർ ഡിസ്കസിങ്. ജനങ്ങള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അബൌട്ട് ഇല്ല. ഡിസ്കസിന്റെ കൂടുതൽ അബൌട്ട് ഉപയോഗിക്കരുത് കേട്ടോ. ഡിസ്കസ് അബൌട്ട് ദിസ്. ഇതിനെ കുറിച്ച് ജനങ്ങൾ എന്ത് ചെയ്യാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ സേ സംതിങ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നന്നായിട്ട് പഠിക്കണം. ലേണിംഗ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റും അല്ലേ? ലേബർ ആണെങ്കിൽ ഒരു ജോലി ഉണ്ടായി കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. +2 ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി അറിയില്ലെങ്കിൽ ഞാൻ മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ട്രിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ചാനൽ ഉണ്ടാവും. നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. ശ്രദ്ധിക്കാം. ഐ ഹാവ് സോ മച്ച് ടു സേ. എനിക്ക് അത് എഴുതി കഴിഞ്ഞ ശേഷം കുറേ പറയാനുണ്ട്. ബട്ട് അവർ ടൈം ഈസ് ടു ഷോർട്ട്. നമ്മുടെ സമയം വളരെ കുറവാണല്ലോ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുക കേട്ടോ. സോ ഐ ഡോണ്ട് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്ക് എന്തെയ്യുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. Now let me stop my speech. ഞാൻ പ്രസംഗം നിർത്തിക്കോട്ടെ. താങ്ക് യു ഫോർ ഹാവിങ് മീ പേഷ്യൻ്റ്ലി. എന്നെ ക്ഷമയോട് കൂടി ഇങ്ങനെ കേട്ടിരുന്നില്ലേ, വല്ലാത്തൊരു നന്ദി ഉണ്ട് കേട്ടോ. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ബിഫോർ കൺക്ലൂഡിങ് മൈ സ്പീച്ച് ഐ ഹാവ് എ വേർഡ് ടു യു. എൻ്റെ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ബി ഗുഡ് ടു ഓൾ ആൻഡ് സ്പ്രെഡ് ലവ് ഇൻ ദ വേൾഡ്. എല്ലാവർക്കും നല്ല ആൾക്കാരാവുക, ലോകം മുഴുവൻ എന്ത് ചെയ്യുക, സ്നേഹം പരത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തള്ളി മറിച്ചുകൊണ്ട് ഈ സ്പീച്ച് എഴുതി വെച്ചാൽ 8 മാർക്ക്. ഞാൻ ഈ തന്നത് എഴുതി വെച്ചാൽ 5 മാർക്ക്. 3 മാർക്കിന് നിങ്ങൾ കോണ്ടന്റ് ആഡ് ചെയ്ത് കൊടുത്താൽ 8 മാർക്ക്. നെവർ ഗിവ് അപ്പ്. ഐ റിക്വസ്റ്റ് യു, നെവർ ഗിവ് അപ്പ്. എൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു, ജയ് ഹിന്ദ്. മിഡിൽ എഴുതി കൊടുത്താലും മതി, താങ്ക്സ് ടു എന്നൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ബൈ.